ഇന്ത്യ നരേന്ദ്രമോദി വരുന്നതായിരിക്കും ആഗ്രഹം. നമ്മുടെ തോമസ് ചാഴിക്കാടനാണ്. ഞാൻ KSRTC ഡ്രൈവറൊക്കെ പെൻഷനൊക്കെ കിട്ടിയാലായി കിട്ടിയില്ലായി രണ്ടുപേര് ഭരിച്ചു കഴിഞ്ഞു. ഈ BJP ഞാൻ LDF കാരനാണ്. LDF ഭരണം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങേരുടെ തന്നെ എത്ര സ്ക്വയർ ഫീറ്റ് വീടാ? നമസ്കാരം. മറുനാടൻ നടത്തിയ അഭിപ്രായ സർവേയുടെ മികച്ച രീതിയിലാണ് ജനങ്ങൾ പ്രതികരിച്ചത്. കോട്ടയം മണ്ഡലത്തിലെത്തിയപ്പോഴും മികച്ച പ്രതികരണമുണ്ടായി. LDF സ്ഥാനാർത്ഥിയായി തോമസ് ചാഴിക്കാടനും UDF സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് K. ഫ്രാൻസിസ് ജോർജും NDA സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളിയുമാണ് ഇവിടെ മത്സരിക്കുന്നത്. ഇവരിൽ 3 പേരിൽ ആർക്കൊപ്പമാണ് ജനങ്ങളെന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ കേൾക്കാം. ഇലക്ഷനെ പറ്റി ഇലക്ഷൻ്റെ ഒരു ചൂടൊന്നും ആയിട്ടില്ല. ഇലക്ഷൻ്റെ ആയിട്ടുള്ളൊരു ചൂടും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അതുമല്ല, സ്ഥാനാർത്ഥികൾ കുഴപ്പമില്ലാത്ത സ്ഥാനാർത്ഥികളാണ് ഇവിടെ നിൽക്കുന്നത്. സാധ്യത നമ്മുടെ തോമസ് ചാഴിക്കാടനാണ് കാണുന്നത്. പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. ചൂടായിട്ട് വരുന്നുള്ളൂ. ഞാനിപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനാണ്. ഞാൻ ഇവിടെ ചാഴിക്കാടനെന്നോ പറയുള്ളൂ. ഭരണം ശരിയല്ല, പെൻഷനൊന്നും കൃത്യമായിട്ട് കിട്ടുന്നില്ല. ഞാൻ KSRTC ഡ്രൈവറൊക്കെ പെൻഷനൊക്കെ കിട്ടിയാലായി കിട്ടിയില്ലായി അതൊക്കെയാണ് നമ്മുടെ സംഭവം. കോൺഗ്രസ് വരണമെന്ന് ആഗ്രഹം. കോൺഗ്രസ് തന്നെ ജയിക്കും. ഇങ്ങനെ ഇച്ചിരി വലിഞ്ഞങ്ങ് പോകുന്നു. അതുകൊണ്ട് സാധനത്തിനെല്ലാം ഭയങ്കര വിലയായിട്ട് വരും. ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്. എല്ലാവരും നല്ലതായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആര് ജയിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം നമ്മളായിട്ട് പ്രത്യേകിച്ചൊരു അഭിപ്രായം പറയാനില്ല. ഇവരെ കൊണ്ട് യാതൊരു ഗുണവുമില്ല, ഒരു ആനുകൂല്യം കിട്ടുന്നില്ല. ഞാൻ BPLകാരനാണ്, APLകാരാണ്. APLാക്കണം, BPLാക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. എനിക്ക് ആ പണം 5 കിലോ അരിയാണ് കിട്ടുന്നത്. 5 കിലോ അരി അവർ തരുന്നത്, ഒരു മാസത്തെ 5 രൂപ. പിന്നെ അവർ അരിയല. അത് പറഞ്ഞിട്ടും അവർ അംഗീകരിക്കുന്നുമില്ല. ഇവരെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കുഞ്ഞുങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അവർ ജോലിക്ക് വേക്കൻസി കിട്ടുന്നില്ല. വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ കഴിയുന്നത്. നല്ലൊരു ഭരണകർത്താവ് വരണം. അതാരായിരിക്കും എന്നുള്ളത് പറയാൻ പറ്റുകയില്ല. 3 പാർട്ടിയാണല്ലോ ഇവിടെ ഉള്ളത്. 1 BJP, 2 LDF, 3 കോൺഗ്രസ്. 2 പേര് ഭരിച്ചു കഴിഞ്ഞു. ഈ BJP ഉള്ളൂ. അവരെ കൂടെ നമുക്കല്ലേ പറയാൻ പറ്റുമോ? അവർ കേരളം ഭരിച്ചിട്ടില്ല, പറയാൻ പറ്റുമോ? പക്ഷെ ഇവിടെ ഒരു രാഷ്ട്രീയ കൊലപാതക ഭരണം ആകരുത്. എല്ലാവരും ഒരുപോലെ കണ്ട് പോകുന്ന ഒരു ഭരണമായിരിക്കണം ഇവിടെ. ഇവർ വന്നപ്പോൾ 3 ലക്ഷത്തിന് മുകളിൽ ഓരോ വ്യക്തിക്കും 3 കോടി ജനങ്ങൾക്ക് 3 ലക്ഷം രൂപ വെച്ച് കണക്ക് നോക്കിയിട്ട് ഒരു എന്തുമാത്രം വരുമെന്ന്. എന്നിട്ടും വേണം എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയല്ലേ. അതിപ്പം മറ്റൊരു കയറിയാലും എടുത്തു കൊടുക്കാതെ കടമെടുക്കാതെ നമുക്കാർക്കും ഒരു സഹായം ചെയ്യാൻ പറ്റുകയല്ലോ. പറ്റുമോ? പിന്നെയും നമ്മുടെ പുറത്ത് അതിനെ നികുതി ഭാരങ്ങളുണ്ട്. 1 വർഷത്തെ ഇലക്ഷൻ ഇനി അനുകൂലിക്കുകയല്ലോ. UDF കാണാനാണ് സാധ്യത. നമ്മളെല്ലാം പറയാൻ നമ്മൾ കണക്കാരാണ്. ഞങ്ങൾ പറയാം അഭിപ്രായം പഠിച്ചില്ല. പാലയിലെ ഇപ്പോൾ ഇലക്ഷനൊക്കെ കുഴപ്പമില്ലാതെ രീതിയിൽ പോകുന്നുണ്ട്. അപ്പം നിലനിൽപ്പാണെങ്കിൽ BJP കിടന്ന ആഗ്രഹം. അതെ. LDFിൻ്റെ ഭരണം പക്കാ മോശമാണ്. LDF സർക്കാരിന് ഇവിടെ ആനുകൂല്യം ലഭിക്കുന്നത് എവിടെയാണ്? ഇപ്പോൾ ലഭിച്ചേക്കുന്നതൊക്കെ BJP എന്നൊക്കെ ലഭിച്ചേക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വോട്ടിപ്പം BJPക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത്. അതെ. ഞാനിപ്പം നമ്മുടെ ഇന്ത്യ നരേന്ദ്രമോദി വരുന്നതായിരിക്കും ആഗ്രഹം. അതെ. ഞാൻ LDF കാരനാണ്. LDF ഭരണം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളെ ആദ്യമേ ഇപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ അവർ നല്ല രീതിയിൽ ചെയ്തിരുന്നു. ആനുകൂല്യങ്ങൾ അവർ നല്ല രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷേ ഇപ്പം നിലവിൽ കുറേ സാധനങ്ങളൊക്കെ പെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. കേന്ദ്രത്തിൽ ഇപ്പം മിക്കവാറും BJP തന്നെ വരാൻ സാധ്യതയുള്ളൂ. എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ച് മാറായാലും LDF തന്നെ വരുന്നതാണ്. LDF നിലവിലിപ്പാണെങ്കിൽ മാറവേ 2 പാർട്ടിയും കണക്കാ. ഇപ്പം മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം UDF വരണമെന്നൊക്കെ ആഗ്രഹം. UDF വരണമെന്നൊക്കെ ആഗ്രഹം. അപ്പം 2 കൊല്ലന്മാർ ഭരിച്ചില്ലേ, LDF ഭരിച്ചില്ലേ. ഇല്ല, ആൾക്കാരൊക്കെ ബുദ്ധിമുട്ടല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ആണെങ്കിൽ അത് നേരത്തെ ഒരു LDFിൻ്റെ ഒരു അനുഭവമായിരുന്നു. ഇമാരുടെ ഭരണം മടുപ്പായി തുടങ്ങിയപ്പം. അപ്പം നിലവിലിപ്പാണെങ്കിൽ BJPയുടെ ഭരണമല്ല, മറ്റേ അവരുടെ ഭരണമൊക്കെ അടിപൊളി ഭരണം. അവർ ചെയ്യുന്ന ഓരോ സംഭവങ്ങളും അടിപൊളിയാണ്. അതെ. തീർച്ചയായിട്ടും LDF ഇരിക്കുന്നതല്ലേ നല്ലത്. ആഗ്രഹിക്കുന്നതല്ല, അതാണ് നല്ലത്. ആനുകൂല്യങ്ങൾ ലഭിക്കുക എന്നുള്ളതല്ല,
അവർ ഭരിക്കുന്നതാണ് ഇവിടെ കൈയിട്ട് വരാതിരിക്കുന്നതല്ല. മറ്റൊരു കയറിയ മുഴുവൻ കൈയിട്ട് വാരി അറിയാൻ പാടില്ലേ? മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ കോൺഗ്രസ്സുകാർ കാണിക്കുന്നത്. അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് പാർട്ടിയൊന്നുമില്ല. ആനുകൂല്യങ്ങൾ പറയാൻ നമുക്ക് വലിയ സംഭവമൊന്നും ഇല്ലല്ലോ. പഴയ ചരിത്രം എടുത്ത് നോക്കിയാൽ, അവരുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ അത് മാത്രമേ ഉള്ളൂ. ഈ നമ്മുടെ സുധാകരൻ തന്നെ പണിതിരിക്കുന്ന വീട് ഇതുവരെ അളന്ന് തിരിച്ചിട്ടില്ല. അതുപോലെ കിടക്കുന്ന ഇപ്പം നമ്മൾ പാവപ്പെട്ടവർ വല്ലതും പണിതാണെങ്കിൽ പണ്ട് അത് ഫൈനായി മറ്റേതായി പിഴയായി ഒത്തിരി കേസുകൾ വരും. അങ്ങേരുടെ തന്നെ എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ് അത് എങ്ങനെ ഉണ്ടായതാണെന്നുള്ളത് ആർക്കറിയാം? അല്ലെങ്കിൽ അവരുടെ തന്നെ നേതാക്കന്മാരുടെ വീടുകളൊക്കെ പഴയ ചരിത്രം ഇപ്പോഴത്തെ അവരുടെ വീടും സ്വത്തുമൊക്കെ അന്വേഷിച്ച് നോക്കിയോ? അതാരും അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ ഭരണം നല്ലതാണെങ്കിൽ, ഭരണം നല്ലതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, വികസന പ്രവർത്തനങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കേരളത്തോടുള്ള അവരുടെ അവരുടെ മോശമാണ് ഒന്ന്. രണ്ടാമത് അവർ ഈ മതത്തോടടുപ്പിച്ചുള്ള അവരുടെ പ്രവർത്തനങ്ങളെ നമുക്ക് അനുകൂലിക്കാൻ പറ്റിയല്ല.